അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചക്കര ചോറ് എന്നാണ് അതിന് പറയാം. കർക്കിടകത്തിലെ എല്ലാ തരത്തിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണത്. അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനാദ്യമായി വേണ്ടത് ഒരു ബൗളെടുത്ത് 1 കപ്പ് പൊന്നി അരി ആഡ് ചെയ്യണം. അതിലേക്ക് 1 കപ്പ് കുത്തിയ ഗോതമ്പ്, അതിൻ്റെ കൂടെ 1/4 കപ്പ് മമ്പയർ, 1/4 കപ്പ് കടലപ്പരിപ്പ്, 1/2 കപ്പ് ചെറുപയർ, 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ മുതിരയും കൂടി അതിൽ ആഡ് ചെയ്യാം. ഉലുവ കൂടുതൽ ആഡ് ചെയ്താൽ കൂടുതൽ നല്ലതാണ്. ഇതൊരു 4 മണിക്കൂർ കുതിർത്ത് വെക്കാം. ഇപ്പം നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 300 ഗ്രാം ശർക്കര പാനിയും കൂടി വേണം. ഒരു തേങ്ങ ചിരവിയതും കൂടി. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇതൊരു മറ്റൊരു പാനിലേക്ക് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ശർക്കര പാനിയും കൂടി ഒഴിക്കാം. ഒന്ന് വറ്റിച്ചെടുക്കുക. ശർക്കര പാനിയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വറ്റിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരവിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ 4 ഏലക്കായ് ചതച്ചതും കൂടി ആഡ് ചെയ്യാം. ഒന്ന് നന്നായി മിക്സാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് ചക്കര ചോറ് എന്നാണ് നമ്മൾ പറയൽ. ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. കുട്ടികൾക്കും വലിയവർക്കെല്ലാം ഇഷ്ടപ്പെടും. കൊറോണയുടെ ഈ അവസരത്തിലൊക്കെ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷും കൂടിയാണിത്. നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.